ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്താൽ തിരിച്ച് മറുപടി പറയണം. തിരിച്ച് വെടിവെക്കണമെന്നല്ല, കാരണം ഒരു കപ്പലുകൾക്ക് തിരിച്ച് അപ്പം തന്നെ യുദ്ധം തുടങ്ങണം ഞാൻ പറയുന്നില്ല. തിരിച്ച് മറുപടി പറയാനുള്ള തന്റെ ഇടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയെ എതിർക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് 7ാം കപ്പൽപ്പട വരാതിരിക്കാം, അത് നിങ്ങളുടെ താല്പര്യം, പക്ഷേ ഇന്ത്യയുടെ അതിർത്തി കടന്നാൽ 7ാം കപ്പൽപ്പട തിരിച്ചു പോകണമോ എന്ന് ഞാനും എന്റെ രാജ്യവും തീരുമാനിക്കുമെന്ന് പറഞ്ഞ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയെ ഭയന്ന് ഇസ്രയേലിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാട്ടിലാണ് ദൗർഭാഗ്യവശാൽ ഇന്ത്യക്കാർ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞുകൊണ്ട് മരിച്ച സൈനികർക്ക് വേണ്ടി വാങ്ങിയ ശവപ്പെട്ടിയിൽ കുംഭകോണം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. അവരാണെന്ന് എപ്സ്റ്റീൻ ഫയൽസിന്റെ മറവിൽ നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ വരച്ച വരയിൽ നിർപ്പിക്കുകയാണ്. പിന്നെ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അതിദയനീയമായി പരാജയപ്പെട്ടപ്പോൾ 3-2 ഭൂരിപക്ഷം ലഭിക്കാതെ BJP ലോക്സഭയിൽ വേർത്തപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഈ രാജ്യത്തെ സ്ത്രീകളെ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുന്നതെന്നാണ്. സ്വന്തം ഭാര്യയെ മൊഴിചൊല്ലി, അതായത് സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയ ആളാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഓർത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നെന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നരേന്ദ്രമോദി മനസ്സിലാക്കി. ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് നോക്കി നിൽക്കുക അല്ലാതെ ഇന്ത്യയുടെ നിലപാട് ഇന്നതാണ്, ഇന്ത്യയുടെ നിലപാട് ഇന്ന രാജ്യത്തിന്റെ ഒപ്പമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇറാന്റെ ഇന്ന വിഷയങ്ങളിൽ ഇറാനെ പിന്തുണയ്ക്കുന്നു, ഇന്ന വിഷയങ്ങളിൽ ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ തന്റെ ഇടവും ത്രാണിയും ഇന്ത്യൻ ഭരണകൂടത്തിന് ഇല്ലാത്തതിന്റെ കാരണം എപ്സ്റ്റീൻ ഫയൽസിൽ ഭയമാണോ എന്ന് മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചതിന്റെ ഉത്തരം പറയാനുള്ള ബാധ്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ഇറാൻ അമേരിക്ക ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ലോകത്ത് വലിയ കെടുതികളാണ് തീർത്തിരിക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ കേരളത്തിലടക്കം ഈ യുദ്ധത്തിന്റെ ഭാഗമായി പാചകവാതകം ലഭിക്കാതെ ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട സാഹചര്യം, ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകം നമ്മൾ ബുക്ക് ചെയ്താൽ ഉടൻ വീടുകളിൽ എത്താത്ത സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. അറബ് രാജ്യങ്ങൾ യുദ്ധത്തിന്റെ വലിയ കെടുതി അനുഭവിക്കുകയാണ്. കുവൈത്തിൽ വിമാനത്താവളങ്ങൾ ഇതുവരെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുബായിൽ നിന്ന് വിരലിലെണ്ണുന്ന വിമാനങ്ങൾ മാത്രമാണ് പലയിടത്തേക്കും സർവീസ് നടത്തുന്നത്. ഒമാൻ ഒഴികെയുള്ള ബാക്കി അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് യുദ്ധം ഉണ്ടാക്കിയതെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സർവീസ് നടത്തുന്ന വിമാനങ്ങളിലടക്കം ടിക്കറ്റ് ചാർജ്, ഭീമമായ ടിക്കറ്റ് ചാർജാണ് ഈടാക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്ക് തുറന്നപ്പോൾ ഇന്ത്യയുടെ അശോക ചക്രം ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക ഉയർത്തിയ കപ്പലുകൾ വരുന്ന സമയത്ത് ഇറാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് ഉയർന്നപ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോഴും തുടരുന്ന മൗനം ദുരൂഹമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേൽക്കുന്ന മുറിവ് വലുതാണ്. കാരണം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്താൽ തിരിച്ച് മറുപടി പറയണം. തിരിച്ച് വെടിവെക്കണമെന്നല്ല, കാരണം ഒരു കപ്പലുകൾക്ക് തിരിച്ച് അപ്പം തന്നെ യുദ്ധം തുടങ്ങണം ഞാൻ പറയുന്നില്ല. തിരിച്ച് മറുപടി പറയാനുള്ള തന്റെ ഇടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി എപ്സ്റ്റീൻ ഫയലിനെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഇത്രത്തോളം അപമാനിതരായ, ഇന്ത്യ ഇത്രത്തോളം തലകുനിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓമന പേരിട്ട് യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഞാൻ ഇടപെട്ട് പരിഹരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയെ എതിർക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് 7ാം കപ്പൽപ്പട വരാതിരിക്കാം, അത് നിങ്ങളുടെ താല്പര്യം, പക്ഷേ ഇന്ത്യയുടെ അതിർത്തി കടന്നാൽ 7ാം കപ്പൽപ്പട തിരിച്ചു പോകണമോ എന്ന് ഞാനും എന്റെ രാജ്യവും തീരുമാനിക്കുമെന്ന് പറഞ്ഞ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയെ ഭയന്ന് ഇസ്രയേലിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാട്ടിലാണ് ദൗർഭാഗ്യവശാൽ ഇന്ത്യക്കാർ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹം ഇസ്രയേലിൽ പോയി പറഞ്ഞത് ഇസ്രയേൽ ഈസ് അവർ ഫാദർലാൻഡ് എന്നാണ്. ബഹുമാനത്തോടു കൂടി തന്നെ പറയുന്നു, നരേന്ദ്രമോദിയുടെ ഫാദർലാൻഡ് ആയിരിക്കും, പക്ഷെ എന്റെ ഫാദർലാൻഡ് അല്ല എന്ന് ഞാൻ എവിടെയും പറയും. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ഇന്ത്യ തലകുനിക്കുകയാണ് എന്ന് മല്ലികാർജുൻ
ഖാർഗെ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം, രാജ്യസഭ MP കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഓരോ ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിച്ച വാക്കുകളല്ലേ? തീർച്ചയായും. ഇന്ത്യൻ പതാകയുള്ള 14 കപ്പലുകൾ 54 ദിവസമാണ് കുടുങ്ങിക്കിടന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടക്കുമ്പോൾ എന്തായിരുന്നു BJP, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും BJP മുന്നോട്ട് വെച്ചത്? ഈ രാജ്യത്തിൽ ഇത്രയും നല്ല പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും ഇന്ത്യ സേഫ് ആണ് എന്ന് പറഞ്ഞിരുന്നിടത്തുനിന്നാണ് എന്ത് മറുപടിയാണ് പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തോട് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു വിഷയത്തിൽ പറയാൻ പോകുന്ന ഖാർഗെക്ക് കൊടുക്കാൻ പോകുന്ന മറുപടി എന്ന് പറയുന്നത്, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് ഒരു മോശം സമയം ഉണ്ടാകുമ്പോൾ ഇത്തരം നിലപാട് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിലേക്ക് പോവുകയല്ല വേണ്ടത്, രാജ്യത്തിനൊപ്പം നിൽക്കുകയാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരിക്കലും ഒരു യുദ്ധം നടക്കുമ്പോൾ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യാറില്ല. സാധാരണ എപ്പോഴും ഒപ്പം നിന്ന് രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത്. ഈ ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയും എന്നാൽ ശരിയായിട്ടുള്ള യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് ദോഷമായി വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ സമയത്തൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഖാർഗെ പറയുന്ന കാര്യം വളരെ ന്യായമുള്ളതാണ്. കാര്യം ഇന്ത്യയിൽ നമ്മളും ആഗ്രഹിക്കില്ലേ, അല്ലെങ്കിൽ നമ്മളും ചിന്തിക്കില്ലേ, നമ്മളും ചോദിക്കാൻ ആഗ്രഹിച്ചതല്ലേ ഖാർഗെ ചോദിച്ചിട്ടുള്ളൂ എന്നേ ചോദിക്കാനാകും. മോദി എന്തായിരിക്കും ഇതിന് മറുപടി പറയുക? മോദിക്ക് എന്തായിരിക്കും ഈ വിഷയത്തിൽ പറയാനുള്ളത്? സൈന്യത്തെ പറ്റി പറയുമ്പോഴും ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഏറ്റവും സേഫ് ആയിട്ടുള്ള, നമുക്ക് ധൈര്യമായി ഉറങ്ങാം മോദി വന്നതിന് ശേഷം എന്ന് BJP-ക്കാർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്ന സ്ഥലത്താണ് ഇത്തരം ഒരു കാര്യം, അല്ലെങ്കിൽ ഈ രാജ്യത്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇത് എന്ന് പറഞ്ഞ് ചെറുക്കണമെന്ന് BJP-ക്കാർക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. തീർച്ചയായും 2014 മുതലല്ല ഇന്ത്യ രാജ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ സൈനിക ശക്തി 2014 മുതൽ അല്ല എന്നൊരു യാഥാർത്ഥ്യം BJP നേതാക്കന്മാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. അത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം അടിയറ വെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞുകൊണ്ട് മരിച്ച സൈനികർക്ക് വേണ്ടി വാങ്ങിയ ശവപ്പെട്ടിയിൽ കുംഭകോണം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. അവരാണെന്ന് എപ്സ്റ്റീൻ ഫയൽസിന്റെ മറവിൽ നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ വരച്ച വരയിൽ നിർപ്പിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ 12 വർഷമായി കണ്ടിട്ടില്ല. ഈ രാജ്യം വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ, ഈ രാജ്യത്തിന്റെ സേനാ മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു വീണപ്പോൾ ഒന്നും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ്. പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് കണ്ടാൽ തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുക എന്നല്ലാതെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമോ അതിന് മറുപടി പറയുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. രാജ്യത്തിന്റെ തുടക്കം മുതൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ രാജ്യം സ്വതന്ത്രനായതിനു ശേഷം ജവഹർലാൽ നെഹ്റു മുതൽ ഏറ്റവും അവസാനം BJP ഇതര പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ള പ്രധാനമന്ത്രിമാർ, അതിൽ BJP-കാരനായ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തെ മാധ്യമങ്ങളെ കാണാനും അവരുടെ യാത്രകളിൽ മാധ്യമങ്ങളെ ഒപ്പം ചേർത്താനും തയ്യാറായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 12 വർഷമായി മാധ്യമങ്ങളെ കാണുന്നത് ഭയമാണ് എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള തന്റെ ഇടവും ത്രാണിയും അദ്ദേഹത്തിനില്ല. അത് മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അതിദയനീയമായി പരാജയപ്പെട്ടപ്പോൾ 3-2 ഭൂരിപക്ഷം ലഭിക്കാതെ BJP ലോക്സഭയിൽ വേർത്തപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഈ രാജ്യത്തെ സ്ത്രീകളെ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുന്നതെന്നാണ്. സ്വന്തം ഭാര്യയെ മൊഴിചൊല്ലി, അതായത് സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയ ആളാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഓർത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നെന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നരേന്ദ്രമോദി മനസ്സിലാക്കി. 12 വർഷത്തിനകത്ത് ഒരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടായത് ജനാധിപത്യ രാജ്യത്ത് നിന്ന് ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്കുള്ള ഒരു മാറ്റം മാത്രമാണ് ഈ രാജ്യത്തുണ്ടായത്. തീർച്ചയായും നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതിന് ശേഷം ഇന്ത്യ ഏത് രൂപത്തിലാണ് മുന്നേറിയത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്റിലും പറയാൻ കഴിയില്ല. രാജ്യത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി പറയാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് നോക്കി നിൽക്കുക അല്ലാതെ ഇന്ത്യയുടെ നിലപാട് ഇന്നതാണ്, ഇന്ത്യയുടെ നിലപാട് ഇന്ന രാജ്യത്തിന്റെ ഒപ്പമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇറാന്റെ ഇന്ന വിഷയങ്ങളിൽ ഇറാനെ പിന്തുണയ്ക്കുന്നു, ഇന്ന വിഷയങ്ങളിൽ ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ തന്റെ ഇടവും ത്രാണിയും ഇന്ത്യൻ ഭരണകൂടത്തിന് ഇല്ലാത്തതിന്റെ കാരണം എപ്സ്റ്റീൻ ഫയൽസിൽ ഭയമാണോ എന്ന് മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചതിന്റെ ഉത്തരം പറയാനുള്ള ബാധ്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇതിനൊന്നും ഉത്തരം പറയില്ല എന്ന് മാത്രമല്ല, ഇത് വെച്ച് ഈ ബംഗാളിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടാൻ ശ്രമിക്കുമോ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം.